ബത്തേരി ബാങ്ക് നിയമനക്കോഴയിൽ പോലീസിൽ വീണ്ടും പരാതി. അമ്പലവയൽ ആനപ്പാറ പുത്തൻപുര ഷാജയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. മകന് സ്ഥിരം ജോലി ലഭിക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയതായും ഇത് തിരികെ ലഭിക്കാനുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ടുമാണ് പരാതി. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന നിയമനക്കോഴ കേസുകളിലാണ് വീണ്ടും പരാതി. 22 ലക്ഷം വാങ്ങി വഞ്ചിച്ചുവെന്ന അപ്പോഴത്തെ പത്രോസിന്റെ പരാതിക്ക് പിന്നാലെയാണ് 3 ലക്ഷം വാങ്ങിയെന്ന പരാതി. ബത്തേരി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ സ്ഥിരം നിയമനം നൽകാമെന്നു പറഞ്ഞ CT ചന്ദ്രൻ, KM വർഗീസ് എന്നിവർ സാക്ഷികളായി മുൻ പ്രസിഡന്റ് KK ഗോപിനാഥന് പണം നൽകിയതായാണ് ആരോപണം. എന്നാൽ സ്ഥിരം നിയമനം ലഭിച്ചില്ല. വായ്പയെടുത്താണ് പണം നൽകിയത്. ഇതുമൂലം പലിശയടക്കം വൻ ബാധ്യതയുണ്ടായതിനാൽ ഉടൻ നടപടി വേണമെന്നും പരാതിയിലുണ്ട്. അതേസമയം 2 ബാങ്കുകളിലായി NM വിജയന് 1 കോടി രൂപയുടെ ബാധ്യത എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 14 ബാങ്കുകളിൽ നിന്ന് പോലീസ് വിവരം തേടിയിട്ടുണ്ട്. 10 ബാങ്കുകളിലെങ്കിലും വിജയന് ഇടപാടുണ്ടായിരുന്നുവെന്നാണ് വിവരം. മറ്റു ബാങ്കുകളിലെ വായ്പകൾ കണ്ടെത്താനും അന്വേഷണം നടക്കുന്നുണ്ട്. ബാധ്യത എങ്ങനെ വന്നുവെന്ന് പോലീസ് പരിശോധിക്കും. നിയമനക്കോഴ ഇടപാടിൽ ഇടനിലക്കാരായിരുന്ന വിജയന് മേൽ പിന്നീടുണ്ടായ ബാധ്യത തീർക്കാൻ വൻ തുക ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തതായും കരുതുന്നു. പണം തിരികെ ലഭിക്കാൻ നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും ഇടപെടലുണ്ടായില്ല. സംഭവത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ മൊഴിയെടുക്കും. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അപ്പോഴത്തെ പത്രോസിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. മരണം സംബന്ധിച്ച കേസിൽ ഫോൺ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു തുടങ്ങി. ഇതിൽ സംഭാഷണ റെക്കോർഡുകളില്ല. പല നേതാക്കളുമായി മരണത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ജനുവരി 13-ന് എല്ലാ ബാധ്യതയും തീർക്കുമെന്നും അദ്ദേഹം പലരോടായി വാഗ്ദാനം നൽകിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.